മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മഹിയോടും കണ്ണനോടും 5 ദിവസം തികയാണ് തോമസ് വൈദ്യരുടെ അവിടുന്ന്. അതുവരെ അവർ ഓരോ ഭാവി കാര്യങ്ങളെല്ലാം പറഞ്ഞും മോഹിനിയോട് വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞും എല്ലാവരും സംസാരിച്ചിട്ട് വൈദ്യർ അങ്ങനെ 5-ാം ദിവസം എത്തുമ്പോൾ അവരോട് പറയണേ, ഇനി നിങ്ങൾ അടുത്ത മാസം വന്നാൽ മതി, ഇനി അടുത്ത മാസമേ ചികിത്സയുള്ളൂ എന്നിങ്ങനെ പറയണം. അതേസമയം മാർക്കോയെക്കുറിച്ച് ഒരുപാട് ഗവേഷണം പോലെ മഹാലക്ഷ്മി അന്വേഷിക്കുകയാണ്. പക്ഷെ മാർക്കോ ആരാണെന്ന് ഒരിക്കലും കണ്ടുപിടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇനി എന്തായാലും വരുമ്പോൾ ഞാൻ പറയാം മോള് വിഷമിക്കാതെ പോയിക്കോ എന്ന് തോമസ് വൈദ്യർ പറയണം കേട്ടോ. അതേസമയം അവരവിടെയുള്ള എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് കാറിലേക്ക് കണ്ണനും മഹിയും കൂടി കയറി പോവുകയാണ്. കാറിൽ കണ്ണനും മഹിയും കൂടി കയറുന്ന സമയത്ത് തന്നെ നമ്മുടെ മാർക്കോ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. പക്ഷേ മഹി കാണുകയില്ല. മാർക്കോയ്ക്ക് അറിയും അത് അവർ കയറിപ്പോവുകയാണെന്ന്. മാർക്കോ മുഖം കൊടുക്കാതെ തന്നെ ഹെൽമെറ്റ് അഴിക്കാതെ മാർക്കോ മാറി നിൽക്കുകയാണ് കേട്ടോ. അതിന് ശേഷം അവർ പോയതിന് ശേഷം വൈദ്യരോട് ചോദിക്കും, അവരുടെ ചികിത്സ കഴിഞ്ഞ് അവർ പോയോ എന്ന് ചോദിക്കുകയടോ. താൻ എന്തൊരു മനുഷ്യനാടോ, തന്നെ അവരെ എത്ര അന്വേഷിച്ചു എന്നറിയോ? താൻ എന്താ എന്നോട് കൂടെ പറയാതെ ആ മാമനെയും കൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോയത് എന്ന് ചോദിക്കും. അതെ, ആ മാമൻ്റെ ആൾക്കാരെ അവരങ്ങനെ സൂഹിക്കാൻ വിടാൻ പറ്റില്ല. അത് കാരണം ഞാൻ അവരുടെ കയ്യിൽ അവരെ ഏൽപ്പിച്ചു കൊടുത്തതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ പോയതാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. താനൊരു വല്ലാത്തൊരു മനുഷ്യൻ തന്നെ എന്നിങ്ങനെ തോമസ് വൈദ്യർ പറയണം. അതിനുശേഷം താനിവിടെ വന്നിരിക്കുക എന്ന് പറഞ്ഞ് തോമസ് വൈദ്യർ മഹിയും കണ്ണനെ കുറിച്ചിട്ടും പറയാണ്. അവർ മഹാപാവങ്ങളാടോ. അവരുടെ ചുറ്റിനും അവരുടെ ജീവൻ കൊത്തി വലിക്കാൻ വേണ്ടി അവരുടെ കുടുംബക്കാർ തന്നെ കഴുകന്മാരെ പോലെ നടക്കുകയാണ്. ആ ഒരു പെങ്കൊച്ചാണെങ്കിൽ അതിൻ്റെ ഭർത്താവ് എങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നടക്കണം എന്ന് കരുതിയിട്ടാണ് അത് നടക്കുന്നത്. പക്ഷേ അവരുടെ ശത്രുക്കൾ ഒരിക്കലും അവരെ വിടില്ല. അവരുടെ 2 പേരിൽ ഒരാളെ അവരെ ഇല്ലാതാക്കണം എന്നാണ് അവരുടെ ചിന്ത. അവരുടെ രണ്ടാനച്ഛനും അതേപോലെ തന്നെ കണ്ണൻ്റെ ആൾക്കാരും അതിന് വേണ്ടിയിട്ട് കണഞ്ഞ് ശ്രമിക്കുകയാണ്. എന്തു ചെയ്യാം? താൻ എന്തായാലും ഒരു കാര്യം ചെയ്യണം. അവരെ ഒന്ന് ശ്രദ്ധിക്കണം. അവരുടെ കൂടെ താനാണ് അവരുടെ കൂടെ നിൽക്കേണ്ടത്. അതുകൊണ്ട് എനിക്ക് വേണ്ടി അവരെ ഒന്ന് കാണുകയും പരിചയപ്പെടുകയും അവരുടെ കൂടെ അവരെ സഹായിക്കാനായിട്ട് താൻ നിൽക്കുകയും ചെയ്യണമെന്ന് തോമസ് വൈദ്യർ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മാർക്കോ പറയണ്ട, ആവട്ടെ, ഇരിക്കട്ടെ, അതിന് സമയമുണ്ട്. ആ സമയമാകുമ്പോൾ ഞാൻ അവരെ കാണാം നേരിട്ട് എന്നിങ്ങനെ തന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നിങ്ങനെ പറയണം. അതിനുശേഷം ഡോക്ടറോട് മാർക്കോ സംസാരിച്ചതിന് ശേഷം പോവുകയാണ് കേട്ടോ. പോകുന്ന സമയത്ത് തന്നെ പോലീസ് വണ്ടി വരികയാണ്. പോലീസ് വണ്ടി വന്നിട്ട് മാർക്കോട് പറയണം, താനല്ലേ, താനൊന്ന് വേഗം വണ്ടിയിലോട്ട് കയറിക്കി എന്ന് പറയണം കേട്ടോ. എന്തിനാ സാറേ ഞാൻ കയറേണ്ടത് എന്ന് പറയണം. താൻ കാരണം അറിഞ്ഞാൽ എന്നെ കയറുകയുള്ളൂ, കയറടോ എന്ന് പറഞ്ഞ് നമ്മുടെ മാർക്കോയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. മാർക്കോയ്ക്ക് പോലും എന്തിനാണെന്നുള്ളത് അറിയില്ല കേട്ടോ. അതേസമയം അമ്മാവൻ്റെ ആൾക്കാർ മാർക്കോയ്ക്ക് കേസ് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് പോലീസുകാർ വന്നിട്ട് മാർക്കോയെ കൊണ്ടുപോകുന്നത്. അതേസമയം മഹാലക്ഷ്മിയും കണ്ണനും അവിടെ എത്തിയതും കരുണയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ കരുണ ആകെ സമനില തെറ്റിയ പോലെ ഭ്രാന്തിയെ പോലെ ആവുകയാണ് കേട്ടോ. മേഘനാഥനും എല്ലാവരും അവിടെ ഉണ്ട്. മേഘനാഥനോട് പറയുകയാണ്, ഇതാണോ താൻ പറഞ്ഞത്? ഇത് കാണാനാണോ താൻ എന്നെ വിളിച്ചിട്ട് വന്നത്? മേഘേട്ടാ, ഞാൻ ഒരിക്കലും ഇങ്ങനെ കരുതിയില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതുപോലെ തന്നെ മേഘനും ഉണ്ണിക്കും എന്ത് ചെയ്യണമെന്നറിയില്ല. മഹിയും കണ്ണനും കൂടി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് മഹി ഏറ്റവും കൂടുതൽ സന്തോഷവതിയായിട്ടാണ് കമലേശ്വരത്തേക്ക് വരുന്നത്. കാരണം കമലേശ്വരത്തുള്ളവരോട് ആരോടും ഇത് പറയരുത് എന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യവും പറയരുത്, കണ്ണന് ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായതായി ഒരാളും അറിയരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണൻ സാധാരണ പോലെ തന്നെ വീൽചെയറിലിരുന്ന് വരികയാണ്. പക്ഷേ മഹിയുടെ മുഖത്ത് ഒരുപാട് സന്തോഷം കാണുന്നുണ്ട്. കരുണയ്ക്കാകെ ഹാലിളകി ഭ്രാന്തിളകി കരുണ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും.